അബൂലഹബ് പറയുന്നു, ഞാൻ സുവൈബയെ മോചിപ്പിച്ചതാൽ എനിക്ക് എൻ്റെ കൈവിരലിലൂടെ വെള്ളം ലഭിക്കുന്നുവെന്ന് അബൂലഹബ് പറഞ്ഞുവെന്നാണ് കഥയിലുള്ളത്. ഇത് ഇസ്ലാമികമായ എന്ത് പിൻബലമാണ് അബൂലഹബിൻ്റെ ഒരു വാചകത്തിനുള്ളത്? അതും സ്വപ്നത്തിൽ വന്ന് അബൂലഹബ് പറഞ്ഞുവെന്ന്. അബൂലഹബ് നേർക്കുനേരെ വന്ന് പറഞ്ഞാൽ പോലും ഇസ്ലാമിൽ യാതൊരു പരിഗണനയുമില്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കെ അബൂലഹബ് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എങ്ങനെ ഇസ്ലാമിൽ ഒരു നിയമം സ്ഥിരപ്പെടും എന്നുള്ളത് അധികം ആലോചിക്കാതെ തന്നെ ഏതൊരാൾക്കും ബോധ്യപ്പെടാവുന്ന കാര്യമാണല്ലോ. പിന്നെ എന്തുകൊണ്ട് അതിനെക്കുറിച്ചൊരു കള്ളക്കഥ എന്നും ഉമ്മാക്കി കഥ എന്നുമൊക്കെ നമ്മൾ എഴുതി എന്നാണ് പിന്നീട് അവരുടെ ഒരു ഭാഗത്തു നിന്നുള്ള ആരോപണം ഉയർന്നു കേട്ടത്. യഥാർത്ഥത്തിൽ ഈ കഥ പല മുസ്ലിയാക്കന്മാർ തങ്ങളുടെ പുസ്തകങ്ങളിൽ എടുത്തു കൊടുത്തപ്പോൾ പ്രവാചകൻ ജനിച്ചത് സന്തോഷിച്ചുകൊണ്ട് സുവൈബ മോചിപ്പിക്കപ്പെട്ടുവെന്നും അതിൻ്റെ പകരമായി അബൂലഹബിന് ഇളവ് ലഭിക്കുന്നു എന്നുമൊക്കെ അബൂലഹബ് പറഞ്ഞു എന്ന് ബുഖാരിയിലുണ്ട് എന്നാണ് അവർ പറയാറുള്ളത്. അങ്ങനെ ബുഖാരി ഇല്ല. നബി തങ്ങൾ ജനിച്ചപ്പോൾ സന്തോഷിച്ചുകൊണ്ട് മോചിപ്പിച്ചുവെന്ന് ബുഖാരിയിലില്ല. നേരെ മറിച്ച് ഇത്താഖത്തി സുവൈബ, നിങ്ങൾ കൃത്യമായി സ്വഹീഹ് ബുഖാരി ആ ഭാഗം കാണാം. ഇത്താഖത്തി സുവൈബ, സുവൈബയെ ഞാൻ മോചിപ്പിച്ചതിനാൽ എന്ന് മാത്രമേ അതിലുള്ളൂ. ജനിച്ചപ്പോൾ സന്തോഷിച്ചുവെന്നോ അതിൻ്റെ പേരിൽ മോചിപ്പിച്ചുവെന്നോ അബൂലഹബ് പോലും പറഞ്ഞതായി ബുഖാരിയിൽ അനുബന്ധ വാചകമായി പോലും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചാണ് ഒരു കള്ളക്കഥ എന്ന് പറയാറുള്ളത്. ഇനി ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഉദാഹരണമായി ഇബ്നു ഹജർ അസ്ഖലാനി തൻ്റെ അൽ ഇസ്വാബ ഫി തംയീസ് സ്വഹാബ എന്ന ഗ്രന്ഥത്തിലും ഇമാം ഇബ്നു സഅദ് തൻ്റെ തബഖാത്ത് എന്ന ഗ്രന്ഥത്തിലും സമാനമായ മറ്റു പല ഗ്രന്ഥങ്ങളിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെട്ട് കിടക്കുന്നത് ഫലമ്മ ഹാജറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്തഖഹ എന്നാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയപ്പോൾ അബൂലഹബ് അവരെ മോചിപ്പിച്ചു എന്നർത്ഥം. മാത്രവുമല്ല, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരിക്കെ ആ സുവൈബയുമായി ബന്ധം സ്ഥാപിക്കുകയും അവർക്ക് ചില സഹായങ്ങളൊക്കെ നൽകുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. ഖദീജ റളിയല്ലാഹു അൻഹായും അവരുമായി ആ ബന്ധം നിലനിർത്താറുണ്ടായിരുന്നു. അന്നൊക്കെ അവർ അബൂലഹബിൻ്റെ അടിമയായിരുന്നു. പിന്നീട് പ്രവാചകർ ഹിജ്റ പോയപ്പോൾ അബൂലഹബ് അവരെ മോചിപ്പിച്ചുവെന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നത്. ഇത്തരമൊരു സംഭവത്തെയാണ് അവർ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടുവന്ന് തങ്ങളുടെ വക പൊടിപ്പും തൊങ്ങലും വെച്ച് ഏച്ചുകൂട്ടി നബിദിനം ആഘോഷിക്കാൻ തെളിവാക്കി അവതരിപ്പിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ നബിദിനം ആഘോഷിക്കാൻ ഖുർആനിലോ ഹദീസിലോ തെളിവില്ല. പ്രവാചകരോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. താബികൾക്കോ തമിഴ് താബികൾക്കോ അത് പരിചയമില്ല. നാം സംവാദത്തിൽ പരാമർശിച്ചതുപോലെ ഇമാം ഷാഫിക്ക് പോലും അല്ല, മദ്ഹബിലെ 4 ഇമാമന്മാർക്ക് പോലും, മുഹീദ്ദീൻ ഷെയ്ഖ് റിഫായി ഷെയ്ഖിന് പോലും ഇത് പരിചയമില്ല. പിന്നെ ആകെയുള്ള അവലംബം അബൂലഹബാണ് എന്നാണല്ലോ ഇതിലൂടെ വന്നു ചേരുന്നത്. എങ്കിൽ അബൂലഹബിൻ്റെ മാതൃക സ്വീകരിക്കാനാണോ നാം പഠിപ്പിക്കപ്പെട്ടത് എന്ന് കൂടി മാന്യ ശ്രോതാക്കൾ ചിന്തിക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ആയത്തുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആയത്താവട്ടെ ഒരു തഫ്സീർ പോലും അതിന് ഉദ്ധരിക്കാൻ കഴിയാതെ ദയനീയമായി പ്രയാസപ്പെടുന്ന രംഗം നാം ഈ സിഡിയിൽ കാണുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഉണ്ടായി വന്ന ജൂതന്മാരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഷിയാക്കൾ ആരംഭിക്കുകയും പിന്നീട് സൂഫികൾ ഏറ്റെടുക്കുകയും ഒരു രാജാവ് പ്രചാരം നൽകുകയും ചെയ്ത ഈ ഒരു ആചാരം ഇസ്ലാമുമായി ബന്ധമില്ല എന്നും ഇത് ബിദ്അത്താണ് എന്നും ഇതിന്റെ ഭാഗമായി ചൊല്ലുന്ന പദ്യ ഗദ്യങ്ങളിൽ ഷിർക്കും കുഫറും ഖുറാഫത്തും കള്ളക്കഥകളും എല്ലാം എമ്പാടുമുണ്ട് എന്നും നാം സംവാദത്തിൽ ആവർത്തിച്ചു പറഞ്ഞത് ശ്രോതാക്കൾ പ്രത്യേകം ഓർക്കുക. ഇത്തരം ഒരു ആഘോഷം ഇസ്ലാമിൻ്റെ പേരിൽ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ഇനിയെങ്കിലും ചിന്തിക്കണേ എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കുവാനുള്ളത്. അള്ളാഹു സത്യം ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പാലിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.